ഫുൾ ടൈം ഈ 2 പേരിലായിരുന്നു ഫുൾ ടൈം ഉറങ്ങണ സമയത്ത് എന്റെ വായിൽ ഇങ്ങനെ വെക്കുക. ലാസ്റ്റ് ചെന്നൈ നായകം എന്ന് പറഞ്ഞ എന്തോ ഒരു പൊടിയില്ലേ അത് സെലോ ടേപ്പ് പൊട്ടിച്ച് കെട്ടിയിട്ട് രാത്രി ഇതുപോലെ ഞാൻ ഉറങ്ങും. അപ്പൊ ഈ ടേസ്റ്റ് കിട്ടുമ്പോ കയ്പാണല്ലോ, അങ്ങനെ ഞാൻ പതുക്കെ നിർത്തിയതാ. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞതാ. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാ ലൈക്ക് അങ്ങനെ മാറിയിട്ടുള്ളത്? എന്റേത് ഉറക്കം. അതെങ്ങനെ മാറി? എന്ത് അത് ഷോ ഡയറക്ടർ വാണിംഗ് കൊടുത്തു, ഇനി ഉറങ്ങി കഴിഞ്ഞാൽ വിളിക്കില്ല എന്ന് പറഞ്ഞു. അത് ശരി. വേറെ എന്തുണ്ട് കാര്യമായിട്ട് പറയാൻ? ഇല്ല, ഞാനേ ഒറ്റക്കുട്ടിയാണല്ലോ ഞാനും. അതെ, അപ്പൊ ഞാൻ അനാവശ്യമായിട്ട് കൊഞ്ചുമായിരുന്നു ചെറുതായിട്ട്. എത്ര വയസ്സ് വരെ കൊഞ്ചലുണ്ടായിരുന്നു? ഈ 5-6-7 വയസ്സ് വരെ ഉണ്ടായിരുന്നു കൊഞ്ചല്. ഇപ്പോഴും കൊഞ്ചലുണ്ട്. ആർക്ക്? സുമേഷിന്റെ അടുത്ത്. ആ സമയത്ത് ഡയാനെ ഉറക്കാൻ വേണ്ടി ഇറക്കിയ പാട്ടാണ് കൊഞ്ചി കരയല്ലേ ആഹാ വിഴികൾ. ഇനി ഉല്ലു പറയൂ. എനിക്ക് ഭയങ്കര സഭാകമ്പം ഉള്ള ആളായിരുന്നു ശരിക്കും. വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടാ. ശരിക്കും. പിന്നെ അതൊരു കുറെ കാലം കഴിഞ്ഞാണ് മാറിയത്. തങ്കു എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ മാത്രമേ സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ല, തങ്കുന് ഓർമ്മയുള്ള അത്ര പ്രായമില്ലേ? ഡയാനി ചെറുപ്പത്തിൽ ഭയങ്കര ഭയമായിരുന്നു. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിശാചികളൊക്കെ ഭയങ്കര പേടി, പിശാചികളൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്കതില്ല. അതെന്താ? അതില്ല, കാരണം ഇവിടെ കുറെ പിശാചിന്റെ അടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോ അതില്ല. ശരി. അതെ അതെ, അതായത് ഒരു 2 ചെരുപ്പുണ്ടെന്ന് വെച്ചോ, ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അപ്പുറത്തും. ഇനി പഴയതായി പുതിയ സ്റ്റേജിലല്ലേ അതെല്ലാം ആ സ്റ്റേജിൽ പിന്നീടുള്ള അനുഭവം. ഇത് രണ്ടും അടുപ്പിച്ച് വെച്ചില്ലേ എനിക്ക് ഭയങ്കര സങ്കടം. എന്ന് പറഞ്ഞാൽ ഇത് വേറിട്ട് കിടക്കാൻ പാടില്ല. അത് നല്ല ശീലമാ, അത് ഒരു ബാഡ് ഹാബിറ്റ് അല്ല. ശരി, നമ്മുടെ ചിലങ്കക്കുട്ടി ഒന്നും മിണ്ടിയിട്ടില്ല. എന്ത് മിണ്ടാൻ? ചിലങ്ക കിലുക്കുന്നു. ചിലങ്ക കിലുക്കാനുള്ളതല്ലേ, മിണ്ടാനുള്ളതല്ലോ. ഒന്ന് മടി ആർക്ക്? എനിക്ക്. അത് ഞാൻ കൊറേയൊക്കെ മാറ്റി. സ്വാഭാവികം. പിന്നെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. സ്വാഭാവികം. അത് ഞാൻ കൊറേയൊക്കെ ചെയ്തു. മാറ്റിയില്ലേ? കല്യാണത്തിന് ശേഷം മാറ്റിച്ചതാണോ? കല്യാണത്തിന് ശേഷം ഈ മടിയും ദേഷ്യവും ഒക്കെ പോയത്. ചിലങ്കേ കല്യാണത്തിന് മുമ്പ് മടിയെന്ന് പറഞ്ഞാ കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടാവുമല്ലോ അങ്ങനെ ഇടിയെന്ന്. ഇതിനൊക്കെ കടിയെന്ന് പറയും. അതെന്താന്നറിയോ ചേട്ടാ, സമയത്തും കാലത്തും കല്യാണം കഴിക്കണം. പിന്നെ മുമ്പ് പറഞ്ഞാലും മറ്റേ ഹസ്ബൻഡിന്റെ ബെന്റിന്റെ എന്തോ, അത് ഹസ്ബൻഡ് ആവുമ്പോ മനസ്സിലായിക്കോളും ബെന്റ് വരുമോ ഇല്ലയോ. വെൽക്കം സോ മച്ച് രാസാത്തി. അങ്ങനെ വിളിക്കണല്ലേ? വി വെൽക്കം യു പ്ലീസ്. താങ്ക് യു. ശരിക്കും അങ്ങനെ മലയാളം ചാനലൊന്നും അപ്പിയർ ചെയ്യാറില്ല, കാരണം മലയാളിയല്ല. പക്ഷെ മലയാളി പ്രേക്ഷകരുടെ ഒരു ഫേവറേറ്റ് ആക്ട്രസ് എന്ന് പറയണം. ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അത്രയും ക്ലോസ് ടു ഹാർട്ടാണ്. സോ ഒരു മലയാളം ചാനലിന്റെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ വാട്ട് ഡു യു ഫീൽ? ഐ ഓൾവേസ് ലൈക്ക് കോമഡി. ഞങ്ങൾക്ക് ആ കുറച്ച് മലയാളം അറിയുന്ന രീതിയിൽ അത് കേൾക്കാൻ ഭയങ്കര ഷുവർ. പിന്നെ എല്ലാവരും പൊറുക്കണം, എന്റെ മലയാളം വളരെ തമിഴ് മിക്സ്ഡ് മലയാളമാണ്. അത് കേൾക്കാൻ നമുക്ക് സോറി. ഞങ്ങള് പറയുന്ന മലയാളം പക്ഷെ മലയാളത്തിലെ തന്നെ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കും. ഞങ്ങൾ പെട്ടു ഇംഗ്ലീഷ് പറഞ്ഞ പോയി. And he knows, പുള്ളിക്ക് ഇംഗ്ലീഷിലെ എപ്പോഴും ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് പറയുന്ന ഹാബിറ്റ് ആയിരുന്നു. പുള്ളി ഇംഗ്ലീഷിൽ നന്നായിട്ട് കോമഡി പറയും. പ്ലീസ് കമ്മ്യൂണിക്കേറ്റ്. മൈ ഇംഗ്ലീഷ് ഗോവയില് പോയാ? ലോങ് ഇയേഴ്സ് മൈ ഇംഗ്ലീഷ് ഗോ. ഇപ്പൊ മനസ്സിലായി നാട്ടുകാരെ എന്തിനാ മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞെന്ന്. അല്ല ലക്ഷ്മി ജവാനും മുല്ലപ്പും കണ്ടെന്ന് ചോദിക്കണം ഇംഗ്ലീഷിൽ. അത് ഇവിടെ ഉള്ളവര് കണ്ടല്ല. പിന്നെ He will introduce himself. I am Malayalam film actor and hero one Malayalam cinema. ജവാനും മുല്ലപ്പൂവും അക്ഷരത്താള് കൊണ്ട് പുസ്തകം തീർത്ത ആളാണ്. I am hero. This is 0. Hello. Okay. I am Benish Bastin. Hi. Playback singer. I am written here button. My job fish hunting. Hello. അല്ലേ അത്? അതെ, കാട്ടില് പോയിട്ട് വെടിവെക്കണേനാണ് ഹണ്ടിങ് എന്ന് പറയാ. ഹലോ തങ്കച്ചൻ ഹിയർ. ഓക്കെ യെസ് ദ കമ്മിങ് ദ ഇന്ദ്രജ ദ സ്റ്റാർ മാജിക് ദ ക്രോണിക് ബാച്ചിലർ ഫിലിം ദ ഗുഡ് ഫിലിം ദ ഹീറോയിൻ വാട്ട് ഈസ് ദ ഫിലിം? ദ സ്റ്റാർട്ട് മൂവി ദ തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ദ ഹിന്ദി. യെസ് മലയാളം ഉസ്താദ്. ഓക്കെ ഐ നോ നോ ഇന്ദ്രജ യെസ്. ഓക്കെ ബാക്കി കിഴങ്ങ് ആൾ കിഴങ്ങ്. ജവാൻ മുല്ലപ്പൂവിന്റെ ആർട്ടിസ്റ്റ് സുമേഷ് നിന്ന് വേർക്കുന്നു ഇംഗ്ലീഷ് പറഞ്ഞ്. ഐ ആം ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ കുറെ നാളെ
ആയിട്ട് മലയാളത്തിൽ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ കേറിയില്ലേ? സെറ്റിൽ ചെയ്തോ? അതെ, കല്യാണം കഴിച്ച് ഫുൾ ഫാമിലി ലൈഫാണ് ഫോർ അബൌട്ട് ഒരു 10-12 ഇയേഴ്സ്. അതിനുശേഷം വീണ്ടും ഞാൻ ഇപ്പോൾ തെലുങ്കിലേക്ക് റീ എൻട്രി തന്നു 2017 ശതമാനം ഭവതി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ. അത് ആ മൂവിക്ക് നാഷണൽ അവാർഡ് കൂടി കിട്ടി. മലയാളത്തിലും ലൈക്ക് അങ്ങനെ നമ്മൾ വീണ്ടും കാണാനായിട്ട് ഇങ്ങനെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. താങ്ക് യു. കുറേ മൂവീസ് ഇപ്പോൾ തെലുങ്കിൽ ചെയ്യുന്നുണ്ട്. മലയാളത്തിലും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയ then definitely I'll do. പാട്ടിന്റെ കാര്യത്തെ പറ്റിയിട്ട് ആരും ഇനി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടാമെന്ന് പറയണ്ട. കാരണം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ഇന്ദ്രജ. യെസ്, അതും കർണാട്ടിക് ബേസ്ഡ് ആണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ടീം കർണാടക സംഗീതത്തെ കുറിച്ച് എന്താ ടീമിന് പറയാനുള്ളത്? പുള്ളിക്ക് അതല്ല, കർണാട്ടിക് എന്ന് പറഞ്ഞാൽ പുള്ളി പാടുമ്പോൾ കർണത്തിൽ അടി കിട്ടും, അതാണ് കർണാട്ടിക്. കർണാട്ടിക് സംഗീതം എന്ന് പറഞ്ഞാൽ അവിടെ പോയി പഠിക്കുന്ന സംഗീതത്തെയാണ് കർണാട്ടിക് സംഗീതം എന്ന് പറയുന്നത്. ഒന്നും ഞാൻ ചോദിച്ചില്ല. ഇവന്റെ പേരായിരുന്നു മെഴുക് ആർട്ടിസ്റ്റ് ഫ്ലോർ. നീ അടുത്ത ജന്മത്തിൽ മനുഷ്യനായിട്ട് ജനിക്കുന്ന വല്ല ഇതുണ്ടോ? വല്ല പ്ലാനും വല്ല ഉണ്ടോ?